സോഷ്യൽ മീഡിയയിൽ വൈറലായ സിനിമ, മീഡിയയിൽ തരംഗമായ സിനിമയിൽ പറയുന്ന രാഷ്ട്രീയം കാരണം ഇന്ന് വിവാദങ്ങൾക്കും കാരണമായ സിനിമ എമ്പുരാനെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ മലയാളികളുടെ ചർച്ചകൾ. വിവാദങ്ങൾക്കൊടുവിൽ ചില ഭാഗങ്ങൾ കട്ട് ചെയ്തും ചിലത് മ്യൂട്ട് ചെയ്തും റീഎഡിറ്റിംഗ് വേർഷൻ ഇറക്കിയ സിനിമ. സമ്മിശ്ര പ്രതികരണങ്ങളാണ് എമ്പുരാന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മലയാള സിനിമ ഇന്നേ വരെ കണ്ടതിൽ ഏറ്റവും മികച്ച മേക്കിംഗ് ആയ പൃഥ്വിരാജിൻ ചിത്രത്തെ എല്ലാവരും വാഴ്ത്തുന്നുണ്ട്. എന്നാൽ ടെക്നിക്കൽ സൈഡിനപ്പുറം എമ്പുരാൻ പറഞ്ഞു വെക്കുന്ന രാഷ്ട്രീയമാണ് ഇന്ന് കൂടുതൽ ചർച്ചയാകുന്നത്. ചിത്രത്തിലെ കഥയും കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികം മാത്രമെന്ന് പറഞ്ഞു വെക്കുമ്പോഴും 2002 ഗുജറാത്ത് കൂട്ടക്കൊലയെ നേരിട്ട് പരാമർശിക്കുന്ന അത്രയും സാമ്യമായ റെഫറൻസ് ആണ് ചിത്രത്തിലുള്ളത്. എമ്പുരാനിലെ ബൽരാജ് എന്ന കഥാപാത്രം ഗുജറാത്ത് കലാപത്തിന്റെ സൂത്രധാരിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. മറ്റാരുമല്ല, ബാബു ബജ്രംഗിയുടെ റെഫറൻസ് ആണെന്ന വിവാദം ഇതിനോടകം ചർച്ച ചെയ്തിട്ടുമുണ്ട്. അതുതന്നെയാണ് ഇന്ന് എമ്പുരാനെതിരെ സോഷ്യൽ മീഡിയയിൽ അടക്കം നടക്കുന്ന സംഘപരിവാർ അറ്റാക്കിന്റെ കാരണവും. ആരാണ് ബാബു ബജ്രംഗി? ഒന്ന് വിശദമായി നോക്കാം. ബാബു ബജ്രംഗി എന്നറിയപ്പെടുന്ന ബാബുഭായ് പട്ടേൽ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഘടകമായ ബജ്രംഗ് ദളിന്റെ ഗുജറാത്തിലെ പ്രധാന നേതാവായിരുന്നു. 2002 ഗുജറാത്ത് കലാപ സമയത്ത് അഹമ്മദാബാദിലെ നരോദ പാർട്ടിയിൽ ബജ്രംഗ് ദളിനെ നയിച്ച നേതാവായിരുന്നു ബാബു ബജ്രംഗി. 2002 ഫെബ്രുവരി 27 ഗുജറാത്തിലെ ഗോത്ര റെയിൽവേ സ്റ്റേഷന് സമീപം സബർമതി എക്സ്പ്രസിന് തീ പിടിച്ച സംഭവമായിരുന്നു ഗുജറാത്ത് കലാപത്തിന് കാരണമായത്. ഗോത്ര സംഭവത്തിന് പിന്നാലെ വിശ്വ ഹിന്ദു പരിഷത്ത് ഗുജറാത്തിൽ ഹർത്താൽ പ്രഖ്യാപിച്ചു. പിറ്റേ ദിവസം, അതായത് ഫെബ്രുവരി 28 ബജ്രംഗ് ദളിന്റെ നേതൃത്വത്തിൽ 5000-ഓളം പേരടങ്ങുന്ന സംഘം ആക്രമണം അഴിച്ചുവിട്ടു. 100-ഓളം പേരെ അതിക്രൂരമായി കൂട്ടക്കൊല ചെയ്തു. നിരവധി സ്ത്രീകൾ ബലാത്സംഗത്തിനിരയായി. ആക്രമണത്തിനിരയായവരെല്ലാം മുസ്ലിമുകളായിരുന്നു. ഗോത്രയിലെ ട്രെയിന് തീയിട്ടു എന്നതാണ് ഈ വംശഹത്യയിലേക്ക് നയിച്ചത്. ഗുജറാത്തിൽ ഏറ്റവും ആളുകൾ കൊല്ലപ്പെട്ടതും ഈ നരോഡ സംഭവത്തിലാണ്. ഇതിന്റെ സൂത്രനായി പ്രവർത്തിച്ച ആളാണ് ബാബു ബജ്രംഗി. എന്നാൽ ഈ ആക്രമണം കണ്ടിട്ടും കണ്ണടച്ചു എന്ന കാരണത്താലാണ് ഗുജറാത്തും അതേപോലെ അന്നത്തെ മുഖ്യമന്ത്രിയുമായിരുന്ന നരേന്ദ്രമോദി അടക്കം ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നത്. അന്ന് ജയിലിലായ ബാബു ബജ്രംഗി 2019 ജാമ്യം നേടി പുറത്തിറങ്ങി. നവചേതൻ എന്ന പേരിൽ ഗുജറാത്ത് ലക്ഷ്യം കണ്ട് ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി. ഈ ട്രസ്റ്റിന്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് അന്യമതത്തിൽ കല്യാണം കഴിച്ച ഹിന്ദുക്കളെ അല്ലെങ്കിൽ വീണ്ടും തിരിച്ച് ഈ മതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. ഒരു പെൺകുട്ടിയെ രക്ഷിച്ചാൽ 100 പശുക്കളെ രക്ഷിക്കുന്നതിന് തുല്യമാണ് എന്നത് ബജ്രംഗിയുടെ ഒരു വാചകമാണ്. ഇത്രയും അന്യമത വിദ്വേഷമുള്ള ഗുജറാത്ത് കലാപത്തിന്റെ ഭാഗമായി നടന്ന നരോദ്യ വംശഹത്യയിൽ മുസ്ലിമുകളെ അതിക്രൂരമായി കൊന്നൊടുക്കിയ ഇതേ ബാബു ബജ്രംഗിയുടെ റെഫറൻസ് ആണ് എമ്പുരാനിൽ അഭിമന്യു ചെയ്ത ബൽരാജ് എന്ന വില്ലൻ കഥാപാത്രം.